സംസ്ഥാനത്ത് വീട്ടിലെ പ്രസവങ്ങൾക്ക് ശമനമില്ല. കഴിഞ്ഞ മാസം മാത്രം 26 വീട്ടിലെ പ്രസവങ്ങൾ നടന്നു. മാർച്ചിൽ ഇത് 46 ആയിരുന്നു. ആരോഗ്യവകുപ്പിന്റെ അവലോകന യോഗത്തിലാണ് പ്രസവങ്ങളുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ വീട്ടുപ്രസവങ്ങളിൽ 9 കുട്ടികളാണ് മരിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടും ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ കൂടി വരുന്നു എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. തീർച്ചയായും ആരോഗ്യ വകുപ്പിന്റെ അവലോകന യോഗത്തിലാണ് ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം മാത്രം 26 വീട്ടിലെ പ്രസവമാണ് നടന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മാർച്ച് മാസം 46 വീട്ടിലെ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഏപ്രിൽ മാസമാണ് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് ഒരു യുവതിയും കുട്ടിയും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്നത് വലിയ വിവാദവും വലിയ ചർച്ചയും ഒക്കെ തന്നെ ആയിരുന്നു. ആ സമയത്താണ് ആരോഗ്യവകുപ്പ് പറഞ്ഞത് കൃത്യമായി തന്നെ ഇത്തരത്തിൽ വീട്ടിലെ പ്രസവത്തിനെതിരെ ബോധവൽക്കരണം നടത്തും, ഓരോ വീടുകളിലും കയറി ചെന്ന് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണം ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത്തരത്തിൽ നടത്തിയിരിക്കുന്ന ബോധവൽക്കരണങ്ങളൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നതാണ് ഈ ഏപ്രിൽ മാസം പോലും 26 വീട്ടിലെ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, തീവ്ര മുസ്ലിം സംഘടനകളാണ് വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നത് എന്നതാണ്. ഒരു അക്കുഷ് എന്ന് പറയുന്ന സംഘടന, ഈ അക്കുഷ് എന്ന് പറയുന്ന സംഘടന വീട്ടിൽ പ്രസവിച്ച 15ഓളം കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള 15ഓളം മുസ്ലിം യുവതികളെ വിളിച്ചു വരുത്തുന്നു. അവർക്ക് വീട്ടിൽ പ്രസവിച്ചതിന്റെ ഭാഗമായി തന്നെ അതിന് പിന്തുണയും പ്രോത്സാഹനവും ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും മഹത്തരമായ കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അക്കുഷ് എന്ന് പറയുന്ന സംഘടന അവർക്ക് അവാർഡ് വിതരണം നടത്തുന്നു. ഇത് മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വാർത്ത ആദ്യം പുറംലോകത്തേക്ക് എത്തിച്ചത് ജനൻ ടിവി ആയിരുന്നു. അതിനെ തുടർന്ന് ഇത് വലിയ ചർച്ചയിലേക്കൊക്കെ തന്നെ വഴിവെച്ചിരുന്നു. അപ്പോഴും ആരോഗ്യ വകുപ്പ് പറഞ്ഞത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നതാണ്. എന്നാൽ ആ ഇടപെടലൊന്നും ഇപ്പോഴും ഫലം കാണുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, വീട്ടിലെ പ്രസവത്തിൽ ഈ ഏപ്രിൽ മാസം 26 വീട്ടിലെ പ്രസവങ്ങളാണ് നടന്നിരിക്കുന്നത്. അതിൽ പകുതിയിലധികം നടന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നതാണ് ഈ അവലോകന യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നത്. ഇവിടെ ആരോഗ്യ വകുപ്പിന്റെ അവലോകന യോഗത്തിൽ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ ആരോഗ്യ വകുപ്പിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ പോലും ഇവിടെ ഫലപ്രദമാകുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഒരു ഘട്ടത്തിൽ നടത്തേണ്ടതില്ലേ? തീർച്ചയായും ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ, കാര്യമായ ഒരു ഇടപെടലും വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടക്കുന്നില്ല എന്നതാണ് വസ്തുത. നമുക്കറിയാം, ശരീഅത്ത് അനുസരിച്ചുള്ള വീട്ടിലെ പ്രസവം അതാണ് നടക്കേണ്ടത്, അതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തീവ്ര മുസ്ലിം സംഘടനകൾ ഒരു ഭാഗത്തുണ്ട്. അവർ വാട്സപ്പ് വഴി അത്തരത്തിലുള്ള സന്ദേശങ്ങൾ, അത്തരത്തിലുള്ള കൂട്ടായ്മകൾ, അങ്ങനെ പ്രചരണം നടക്കുന്നതൊക്കെ ഈ കേരളത്തിലാണ് നടക്കുന്നത്. എന്നിട്ട് പോലും ആരോഗ്യ വകുപ്പ് കൃത്യമായൊരു നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡോക്ടർ കെ പ്രതിഭ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്, ആരോഗ്യ വകുപ്പിനോട് ഹൈക്കോടതി വിശദമായ ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും കേരളത്തിൽ കേരളത്തിൽ നമ്പർ 1 ആണ് ആരോഗ്യ രംഗത്ത് കേരളം എന്ന് പറയുമ്പോഴാണ് കേരളത്തിൽ ഇത്തരത്തിൽ പ്രാകൃതമായ അല്ലെങ്കിൽ പുരാതന കാലത്തേക്ക് ഒരു വിഭാഗം ആളുകൾ പോകുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്കറിയാം, അത്രത്തോളം റിസ്ക് ആണ് വീട്ടിൽ പ്രസവിക്കുന്നത് സംബന്ധിച്ച്, അമ്മയെയും കുട്ടിയെയും സംബന്ധിച്ച് അത്രത്തോളം റിസ്ക് ഉള്ളൊരു കാര്യമാണ്. വീട്ടിലെ പ്രസവത്തിൽ മരണങ്ങൾ നടക്കുന്നുണ്ട്. 2024-25 കാലഘട്ടത്തിൽ 526ഓളം വീട്ടിലെ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ മരണവും സംഭവിക്കുന്നത് തുടർക്കഥയാകുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം പോലും ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. പക്ഷേ അതിനെ ആ രീതിയിൽ, ആ ഗൗരവത്തിലെടുക്കാൻ ഇപ്പോഴും സർക്കാരിനും ആരോഗ്യ വകുപ്പിനും കഴിയുന്നില്ല എന്നതാണ് വസ്തുത. KP, സംസ്ഥാനത്ത് വീട്ടിലെ പ്രസവങ്ങൾക്ക് ശമനമില്ല. കഴിഞ്ഞ മാസം മാത്രം 26
വീട്ടിലെ പ്രസവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മാർച്ചിൽ ഇത് 46 ആരോഗ്യവകുപ്പിന്റെ അവലോകന യോഗത്തിലാണ് പ്രസവങ്ങളുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ചത് ജനം TV-യാണ്. കൃത്യമായ ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടിയാണ് വ്യക്തമാകുന്നത്. അനഘയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.